ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? വളരെ വേഗത്തിലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. തുടങ്ങിയാലോ? അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കേക്കിന് വേണ്ടത്. ഇതിനു വേണ്ടി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3 മുട്ട, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സിറപ്പാണ്. ഹെർഷീസിന്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് കോക്കോ പൗഡറും യൂസ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഉപ്പുമാണ് വേണ്ടത്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. ഇനി 1 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായി നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാം. ഇനി ബാക്കിയുള്ള 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര എല്ലാം മെൽറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണേ. മിക്സിയിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരിക്കൽ കൂടെ ജോയിൻ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് കോക്കോ പൗഡർ യൂസ് ചെയ്യാം. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കൂടിയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ജോയിൻ ചെയ്തെടുക്കണം. കട്ടയില്ലാതെ ജോയിൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മൗൾഡിലേക്ക് മാറ്റാം. ഞാനിതിൽ നന്നായി എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാത്രം വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് 3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് നേരം ലോ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിലേക്ക് കേക്കിൻ്റെ മൗൾഡ് ഇറക്കി വെക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായോ എന്ന് നോക്കാം. ഒരു സ്ക്യൂവർ എടുത്ത് ഒട്ടിപ്പിടിക്കുന്നോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.